ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എപ്പോഴും പറയാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 11 മുതൽ 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ച് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തു പോകും. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് സുവിശേഷം സൗജന്യമായിട്ട് അറിയിച്ചു തന്നു, ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയും നിങ്ങൾ ഉയരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അത് ഞാൻ പാപം ചെയ്യുകയാണോ അങ്ങനെ ചെയ്തത്? എന്നാൽ ഇന്നത്തെ സുവിശേഷ പ്രവർത്തകരെയും സുവിശേഷ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും പൗലോസ് അപ്പോസ്തലൻ ചെയ്തത് പാപമാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ താഴ്ത്തുകയും ഏത് വിധേനയെങ്കിലും ഒരുവൻ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വകയായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു ദൈവത്തിൻ്റെ ഭൃത്യനാണ്, ദൈവത്തിൻ്റെ ദാസനാണ്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാനിത് സൗജന്യമായിട്ടാണ് നിങ്ങളോട് അറിയിച്ചത്. സുവിശേഷത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ കൃപകളും ദൈവം നമുക്ക് നൽകുന്നത് സൗജന്യമായിട്ടാണ്. അത് സൗജന്യമായിട്ട് കൊടുക്കുവാനായിട്ടുള്ളതാണ്. സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായിട്ട് അത് കൊടുക്കുക എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുക്കുവാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. സുവിശേഷ പ്രവർത്തനത്തിൽ നല്ല കഷ്ടതയുണ്ട്. ഒരു വ്യക്തിയെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നയിക്കണമെങ്കിൽ, അവനെ നേടണമെങ്കിൽ അതിന് വലിയ കഷ്ടത, വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. പിശാചിൻ്റെ ഉപദ്രവവും മനുഷ്യൻ്റെ ഉപദ്രവവും പല തരത്തിലുള്ള കള്ള സഹോദരന്മാരുടെ ഉപദ്രവം ഇതെല്ലാം ഏറ്റിട്ടാണ് ഒരു യഥാർത്ഥത്തിലുള്ള സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചുമാണ് ഇരിക്കുന്നത്. ഇതൊരു ഒരു ടൈം നോക്കി ഒരു ജോലി പോലെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല, ഒരു ഓഫീസ് വർക്ക് പോലെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. രാത്രിയിലും പകലിലും ഒരുവൻ ആവശ്യത്തിൻ്റെ മുഖത്തിരിക്കുന്നുവെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവൻ്റെ അടുക്കൽ സുവിശേഷം അറിയിക്കുവാനും ഉള്ള ഒരു ദാഹം ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് ഈ പുൾപിറ്റുകളിൽ നിന്ന് പ്രസംഗിക്കുന്നവരെയൊക്കെ നമുക്ക് ഒരു ഫോൺ വിളിച്ച അത്യാവശ്യ സമയത്ത് കിട്ടുമോ? സാധ്യത വളരെ കുറവാണ്. കിട്ടും, വലിയ പണക്കാർക്കും വലിയ സെലിബ്രിറ്റി പോലെയുള്ള ആളുകൾക്കെല്ലാം അത് കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സൗജന്യമായിട്ട് എനിക്ക് ലഭിച്ചതായിട്ടുള്ള സുവിശേഷം ഞാൻ സൗജന്യമായിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തന്നു. ഇന്ന് സുവിശേഷം മൂലം സാധുക്കളെ കൊള്ളയടിക്കുകയാണ്. നിങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് തരിക, നിങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് തന്നാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അവരെ ഒരു സമൃദ്ധിയുടെ സുവിശേഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ പണം എങ്ങനെയെങ്കിലും കൊള്ളയടിക്കുകയാണ്. ഒരു വലിയ പുൾപിറ്റ് പ്രസംഗകൻ്റെ സെക്രട്ടറി എന്നോട് സംസാരിച്ചതാണ്. ഒരു സ്ത്രീ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. അപ്പോൾ അവർക്ക് കുറേ കടമുണ്ട്. അപ്പോൾ ആ കടം മാറുവാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ TV മിനിസ്ട്രിക്കായിട്ട് പണം കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവരുടെ കയ്യിൽ പണമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ശരി, വേറെ എന്താ ഉള്ളത്? അപ്പോൾ പറഞ്ഞു 3 പവൻ്റെ ഒരു മാലയുണ്ട്. ശരി, അത് പണയം വെച്ചിട്ട് 40,000 50,000 രൂപ TV മിനിസ്ട്രിക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു. കടം കയറി മുടിഞ്ഞിട്ട് ഒന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ദൈവദാസൻ്റെ അടുക്കൽ വന്നപ്പോൾ ആ ദൈവദാസൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾ ആ സ്വർണം വിറ്റിട്ട് അല്ലെങ്കിൽ പണയം വെച്ചിട്ട് ആ പണം കൂടി കൊടുത്തിട്ട് കുറേ കടം കൂടി കൂട്ടി ഞങ്ങളൊന്ന് രക്ഷപ്പെടട്ടെ, ഞങ്ങളൊന്ന് നന്നാകട്ടെ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇത് സൗജന്യമായിട്ട് ഞങ്ങൾക്ക് തന്നു, ഞങ്ങളിത് സൗജന്യമായിട്ട് പ്രസംഗിക്കുന്നു, ഞങ്ങളിത് സൗജന്യമായിട്ട് കൊടുക്കുന്നു. എന്നാൽ ഇന്ന് അനേക ഇടത്തും സാധുക്കളെ വഞ്ചിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിനകത്തൊക്കെ രസകരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ ഈ വഞ്ചനയുടെ സുവിശേഷം പറയുമ്പോഴും ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇതിനെ വിലക്കുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യാത്ത ധാരാളം ആളുകളെ നമുക്ക് കാണാം. വിശ്വാസികൾ എന്ന് പറയുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്താൽ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇത് വേറൊരു സുവിശേഷമാണ് ഈ പ്രസംഗിക്കപ്പെടുന്നത്. ഇത് വേറൊരു ആത്മാവിലാണ് പ്രസംഗിക്കപ്പെടുന്നത്. ഒരുതരം പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒരു പ്രത്യേകമായ നിലയിൽ അവരുടെ തൊണ്ടയിൽ വേറെന്തോ ഒരു ശബ്ദത്തിലാണ് വരുന്നത്. ഒരു ശബ്ദമെല്ലാം ഉണ്ടാക്കി അതുപോലെ തന്നെ വേറൊരു സുവിശേഷം. എന്താണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂസിൽ കർത്താവായ യേശുക്രിസ്തു പാവപരിഹാരത്തിന് വേണ്ടി മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം എഴുതി കൊടുത്തത്, തിരുവെഴുത്തുകളിലെല്ലാം രേഖയാക്കി കൊടുത്തത്, പുസ്തകത്തിനുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പിതാവെ അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
അവൻ 31 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്ത് അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനാണെന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം ഒടുവിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിന്മേൽ കയറി മരിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. അവൻ മരിക്കുക മാത്രമല്ല, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി. അവൻ കയറിപ്പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിന്ന അപ്പോസ്തലന്മാരുടെ ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശു താൻ പോയതുപോലെ വീണ്ടും വരും. അതെ, രണ്ടാമത്തെ വരവിനായിട്ട്, ജനത്തെ രണ്ടാമത് ചേർക്കുവാനായിട്ട് കർത്താവ് വരും. അത് ആരെയാണ് ചേർക്കുവാനായിട്ട് വരുന്നത്? ഈ ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ജനത്തെ ചേർക്കുവാൻ കർത്താവ് രണ്ടാമത് വരും. എന്നാൽ ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം എന്താണ്? ഇന്ന് ജനത്തെ കൊള്ളയടിക്കുന്ന സുവിശേഷമാണെന്ന്. നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് ലഭിക്കും. മാനസാന്തരം എങ്ങും പ്രസംഗിക്കപ്പെടുന്നില്ല. ഒരുവൻ മാനസാന്തരപ്പെട്ടാലാണല്ലോ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുവാനായിട്ട് സാധിക്കുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവിടെ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ഒരു പ്രസവവേദന ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണെന്ന് പറയുന്നതാണല്ലോ പ്രസവവേദന. പൗലോസ് അപ്പോസ്തലന്റെ ചിന്തയിലും മനസ്സിലും ഒരുവനോട് സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും യേശുക്രിസ്തു ഒന്ന് ഉരുവാകണം, യേശുക്രിസ്തു അവൻ്റെ ഉള്ളിലൊന്ന് വാഴണം, യേശുക്രിസ്തുവിനാൽ അവൻ പിടിക്കപ്പെടണം, യേശുക്രിസ്തുവിൽ അവൻ ജീവിക്കണം, യേശുക്രിസ്തുവിനെ അവൻ മഹത്വപ്പെടുത്തണം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ സുവിശേഷം. ഈ സുവിശേഷം ഇന്ന് പറയുവാനായിട്ടും പ്രസംഗിക്കുവാനായിട്ട് ആളില്ല. ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷമെല്ലാം എന്താണ്? നിങ്ങൾ വരിക, നിങ്ങളുടെ കടം മാറും, നിങ്ങൾ വരിക, നിങ്ങളുടെ രോഗം മാറും, നിങ്ങൾ വരിക, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. ഇതാണോ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് ചെയ്തു. അവൻ ക്രൂശിന്മേൽ അവസാനം പറഞ്ഞ വാക്കിങ്ങനെയാണ്, നിവൃത്തിയായി മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എല്ലാം യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കൊടുത്തു തീർത്തു. നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി ഒന്നും കൊടുക്കാനായിട്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത്, എനിക്ക് പകരമായിട്ട് അങ്ങ് ക്രൂശിന്മേൽ കയറി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പരമാർത്ഥമായ അനുതാപ ഹൃദയത്തോടു കൂടിയുള്ള ഒരുവൻ്റെ മാനസാന്തരത്തിന്മേൽ ആ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ, ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ യേശു അവൻ്റെ ഉള്ളിലേക്ക് വരും. തിരുവെഴുത്ത് പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനോടും കൂടി അത്താഴം കഴിക്കും. അതെ, യേശു കർത്താവ് പറഞ്ഞ സുവിശേഷം, പൗലോസ് അപ്പോസ്തലനും മറ്റ് അപ്പോസ്തലന്മാരും പറഞ്ഞ സുവിശേഷം അതാണ്. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഒരുവൻ തൻ്റെ പാപ വഴികളെ വിട്ട് മനം തിരിയുന്നത് നോക്കി അവൻ ഇരിക്കുകയാണ്. അവൻ എത്ര കൊടിയ പാപിയാണെങ്കിലും, എത്ര നീചനും ദുഷ്ടനുമായ പാപിയാണെങ്കിലും, യേശുവേ ഞാൻ പാപിയാണെന്ന് മനം തകർന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശു അവനെ രക്ഷിക്കുകയും അവനെ വീണ്ടെടുക്കുകയും ചെയ്യുകയും ചെയ്യും. അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് തരും. അവൻ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വകയായിട്ട് തരും. യേശു അവൻ്റെ ഉള്ളിൽ വരും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ പൗലോസ് അപ്പോസ്തലൻ വേദനപ്പെടുകയാണ്. പൗലോസ് അപ്പോസ്തലൻ നോവുകയാണ്. ഇന്നത്തെ ഈ പുൾപിറ്റ് പ്രാസംഗികർക്ക് എന്ത് വേദനയാണുള്ളത്? എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പണം പിടുക്കി തങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ട് കോടികൾ സമ്പാദിക്കാനും ബംഗ്ലാവുകൾ പണിയുവാനും തങ്ങളുടെ മക്കളെ വലിയ വലിയ നിലയിലേക്ക് എത്തിക്കുവാനും വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് എന്ത് ഭാരമാണുള്ളത്? യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ത് ഭാരമാണ് അവർക്കുള്ളത്? അവർ പ്രസംഗിക്കുന്ന യേശു ആരാണ്? അവർ പ്രസംഗിക്കുന്ന സുവിശേഷം ഏതാണ്? ഇത് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളിത് പൊറുക്കുന്നത് ആശ്ചര്യം, നിങ്ങൾ പ്രതികരിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു. UP-യിൽ ഒരു 2 പാസ്റ്റർ ദമ്പതികളെ അവരെ ജയിലിലിട്ടു. അവരെ കോടതി ശിക്ഷയ്ക്ക് വിധിച്ചു. എന്താണ്? മതപരിവർത്തന നിരോധിത നിയമപ്രകാരം അവർ ദളിതരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചത് മുഖാന്തരം അവരെ പിടിക്കുകയും അവരെ ജയിലിലിടുകയും 5 വർഷം തടവും പിഴയും അവർക്ക് ചുമത്തി. ആ ദമ്പതികളുടെ മകൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേൾക്കുകയുണ്ടായി. അതെന്നെ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുത്തി. ആ മകനോട് അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ഒരു അനുഗ്രഹീതമായ ഒരവസ്ഥയാണ്. എൻ്റെ പിതാവും മാതാവും അവരെ ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. സുവിശേഷ നിമിത്തമാണ്. മറ്റേതെങ്കിലും ആരെങ്കിലും പീഡിപ്പിച്ച നിമിത്തമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഞ്ചിച്ച നിമിത്തമോ അല്ല. ഇങ്ങനെ ഇന്നത്തെ അനേക പാസ്റ്റർമാരെല്ലാം പോകുന്നത് ആ നിലയിലാണ്. എന്നാൽ ഇവർ പോയത് അതൊന്നും നിമിത്തമൊന്നുമില്ല, സുവിശേഷ നിമിത്തം അവർ ജയിലിലേക്ക് പോവുകയാണ്. ആ മകൻ പറയുകയാണ്, ഈ ഒരു കഷ്ടത എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. എൻ്റെ പിതാവും മാതാവും അങ്ങനെ ഒരു കഷ്ടതയിലേക്ക് ദൈവം കടത്തിവിടുന്നെങ്കിൽ ദൈവത്തിന് അവരെ സംബന്ധിച്ച് ഒരു വലിയ ഉദ്ദേശമുണ്ടാകും. അതുകൊണ്ടാണ് അവരങ്ങോട്ട് പോയതെന്ന് ആ മകൻ പറയുകയുണ്ടായി. എനിക്ക് വളരെ അഭിമാനം തോന്നി ആ മകനെക്കുറിച്ച്.
ആ പിതാവും മാതാവും ആ രാജ്യത്ത് പോയിട്ട് അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ച് അവർ കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഇവിടെയുള്ള സുവിശേഷ പ്രവർത്തകർ എന്ന് പറയുന്ന ഈ പുൾപിറ്റ് പ്രാസംഗികന്മാർ കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത് ലാസ്റ്റ്? ഇതെല്ലാം നിലവിളിക്കില്ലേ? ഈ പണമെല്ലാം നിലവിളിക്കില്ലേ? ഈ സാധുക്കളെ വഞ്ചിച്ചിരിക്കുന്ന ഇവർ ഈ സമ്പാദിച്ചു കൂട്ടുന്ന പണത്തിൽ വിധവയുടെ 2 കാശ് പോലുമുണ്ട്. ഒന്നുമില്ലാത്തവരുടെ ആ ചില്ലിക്കാശ് പോലുമുണ്ട്. ഇത് ഇവർക്ക് തോന്നിയോണ്ടെല്ലാം കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇത് നിലവിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇവർക്ക് ആ സമയത്ത് ഒഴിവില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇങ്ങനെയുള്ള വഞ്ചനയുടെ സുവിശേഷം, ചതിവിൻ്റെ സുവിശേഷം, കപടമായ സുവിശേഷം, വേറൊരു ആത്മാവിൽ വേറൊരു സുവിശേഷം പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുവാൻ ആളുകൾ തയ്യാറാകുന്നില്ല, വിശ്വാസികൾ തയ്യാറാകുന്നില്ല, അതിനെ എതിർക്കുവാൻ തയ്യാറാകുന്നില്ല. ആ വഞ്ചനയുടെ ആത്മാവിനെ, ആ ചതിവിൻ്റെ വഞ്ചനയുടെ സുവിശേഷത്തെ എതിർക്കുവാൻ തയ്യാറാകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് നാം ഏത് യേശുവിനെയാണ് കൈക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറി മരിച്ച് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരികയും അവൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിക്കുകയും യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളെ പിതാവായ ദൈവത്തോട് നിരപ്പിക്കുകയും നമുക്ക് വിശുദ്ധീകരണവും നീതീകരണവും ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്? പണം നിങ്ങൾ കൊണ്ടുതരിക, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് ഓടുവിൻ. നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് തിരിയുവിൻ. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്ന ദേവദാസന്മാരെ കണ്ടെത്തി അങ്ങനെയുള്ള കൂട്ടായ്മകളിലേക്ക് പോകുവാൻ ഇന്നത്തെ വചനകേൾവി നിങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വഞ്ചനയുടെ ആത്മാവ്, അധർമ്മം പെരുകുന്ന ഒരു ആത്മാവ് നിൽക്കുന്ന ഈ ലോകത്തിൽ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് അനേകരെ ആകർഷിച്ചുകൊള്ളുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കായിട്ട് ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പേശിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഹാബിൽ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലേക്ക് അടുക്കുവാൻ അനേകരെ അങ്ങ് ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്കായിട്ട് ഉയർത്തിരിക്കുന്ന ആ ക്രൂശിന്മേലേക്ക് അനേകർ നോക്കുവാൻ തക്കോണം, അതിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ തക്കോണം അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് വിശ്വസ്തന്മാരായ ഊഴിയക്കാരെ അയക്കണമേ കർത്താവ്, വിശ്വസ്തന്മാരായ സുവിശേഷന്മാരെ അയക്കണമേ കർത്താവേ. കൊയ്ത്ത് വളരെയുണ്ട് കർത്താവ്, വേലക്കാർ ചുരുക്കമാണ്. വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ഈ തലമുറയിൽ അങ്ങ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. വചനം കേട്ട എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കായിട്ട് സ്തോത്രം. അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുത്താട്ടെ എല്ലാ മടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.